ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായും ചിന്തിച്ചു കൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അവൻ മനുഷ്യനായി വെളിപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി തീർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അവൻ മനുഷ്യനായി വെളിപ്പെടും, അല്ലെ? അവൻ ദൈവത്തിൽ നിന്നും മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെടും, അല്ലെ? അവൻ മനുഷ്യനുമല്ല, ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. അവൻ മനുഷ്യനായി വെളിപ്പെടുകയാണ് രണ്ടാം വരവിൽ സംഭവിക്കുവാനായിട്ട് പോകുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനായി വെളിപ്പെടുകയാണ്, അല്ലെ? അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവമെന്ന ആ ഒരു സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും വിശ്വാസം അവൻ ഫാൻസി ഡ്രസ്സ് കളിച്ചു എന്നാണ്. ഇതൊക്കെ കേൾക്കുന്ന തൃത്വക്കാർക്ക് പരിഹസിക്കാനുള്ളത്. കാരണം തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടും മൂന്നും വ്യക്തികൾ അടങ്ങുന്ന ദൈവമാണ് അവരുടെ ദൈവം എന്ന് പറയുന്നത്. ദൈവം ഒരിക്കലും മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല. വ്യക്തികളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്, അല്ലെ, വ്യക്തികളാണെങ്കിൽ എന്താണ്, മനുഷ്യനായിരിക്കണം പ്രധാനമായിട്ടും, അല്ലെ? മനുഷ്യനായിരിക്കണം, എന്നാലല്ലേ വ്യക്തിയാണെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. ദൈവം ആത്മാവാകുന്നെന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ ആത്മാവായ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടപ്പോൾ പറയുകയാണ്, മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു എന്നവിടെ പറയുന്നത് യോഹന്നാനിൽ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു സത്യമാണ്. അപ്പോൾ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുന്നതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തിയെ അയച്ചു എന്നുള്ളതല്ല. അങ്ങനെ ഒരു സിദ്ധാന്തമില്ല. അതൊരു ദുരുപദേശം മാത്രമാണെന്ന് ഇത്തരണത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ, അല്ലേ? അപ്പം ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുറെ ദുരുപദേശങ്ങളുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചപ്പം അവിടെ അവരെന്ത് ചെയ്തേക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമം പറയുന്നതെല്ലാം ദുരുപദേശമാണ്. അപ്പൊ എല്ലാം തലതിരിഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ പുസ്തകങ്ങളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വായിക്കുന്ന ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്, ദൈവം 3 പേരാണ്, 3 വ്യക്തികളാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നത്, പുസ്തകങ്ങളൊക്കെ ഒത്തിരി വായിക്കുന്നത് എന്താണ്, നല്ലതാണോ? അല്ല, അത് ശരീരത്തിന് നല്ലതല്ല. എല്ലാത്തിന്റെയും സാരാംശം കേൾക്കുവാൻ ശലോമോൻ പറയുന്നതിന്റെ പ്രധാനമായ കാര്യം അത് തന്നെയാണ്, അല്ലെ? അയാൾ എഴുതി വെച്ചിരിക്കുന്നത് അയാളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ പണ്ടുണ്ടായ ചക്രവർത്തിയുടെ കാലത്തല്ലേ, കുന്തിയോസ് ചക്രവർത്തിയുടെ കാലത്തുണ്ടായ ചില മാറ്റങ്ങളുടെ ഫലമായി ഉണ്ടായ തൃത്വം എന്ന് പറയുന്ന സംഗതി. അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. രേഖപ്പെടാത്ത കാര്യങ്ങളാണ്, അല്ലെ? 3 വ്യക്തികളായിരുന്നുവെങ്കിൽ ഒരിക്കലും എന്താണ്, ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിനുമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അതനുസരിക്കാൻ കഴിയാത്തവരാണ് നമ്മുടെ ലോകത്തുള്ള 100-ൽ 98% ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുകയില്ല. പിന്നെ എങ്ങനെ ഇവർ കർത്താവ് വരുമ്പോൾ പോകുമല്ലേ? നമ്മുടെ വിഷയം അത് തന്നെയാണ്. കർത്താവിന്റെ രണ്ടാം വരവിൽ പോകണമെങ്കിൽ പിതാവായ ഏക ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാതെ എങ്ങനെ പോകും? പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഓട്ടം തികച്ചിരിക്കുന്നു, എനിക്ക് നീതിയുടെ കിരീടം, അല്ലെ, എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ, അല്ലെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അനുസരിക്കാതെ എങ്ങനെ പോകും, അല്ലെ? അദ്ദേഹത്തിന്റെ പ്രത്യാശ നമുക്ക് ഉണ്ടോ? ആ പ്രത്യാശ ഉണ്ടാകാൻ കാരണം എന്താണ്? അദ്ദേഹം പിതാവായി ഏകദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ പ്രത്യാശ ഉണ്ടായിരുന്നത്. എൻ്റെ ഓട്ടം ഓടി, വിശ്വാസം കാത്തു എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ച് പറഞ്ഞതിന് കാരണം എന്താണ്? അദ്ദേഹം പിതാവായി ഏകദൈവത്തിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നുള്ള സത്യം ആരും മറന്നു പോകരുത്. കാരണം എന്നെ കേൾക്കുന്നവര് ഇവിടെ വന്ന് കമന്റ് ഇടുമായിരിക്കും, ഞാൻ പറഞ്ഞ തെറ്റാണെന്ന്. നിങ്ങൾ ദൈവവചനം വായിച്ചു പഠിക്കൂ. അല്ലാതെ ഇപ്പൊ ആരെങ്കിലും എഴുതിയ പുസ്തകങ്ങളും
അങ്ങനെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ 3 പേരുണ്ടെന്നും നിക്യായിലുണ്ടായ കൗൺസിലിലുണ്ടായ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, രണ്ടാം വരവിൽ പോകത്തില്ല. പിതാവായ ഏക ദൈവമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നവന് മാത്രമേ രക്ഷയുള്ളൂ, അല്ലാത്തവന് യാതൊരു രക്ഷയുമില്ല എന്ന് ഈ തരുണത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. നമുക്ക് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് ഈ കുഞ്ഞാട് മുദ്രകൾ? അല്ലെ, മുദ്രകൾ. ഒരു മുദ്ര പൊട്ടിക്കുമ്പോൾ പുസ്തകത്തിന്റെ ഒരു ഭാഗം തുറന്നു വരുന്ന നിലയിലായിരുന്നു. അതായത് ആ പുസ്തകം നമ്മൾ 5-1 നമ്മൾ കണ്ടു അത് ഏതാണ് ആ പുസ്തകമെന്ന്. അല്ലെ, 5-ാം അധ്യായം 1-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുതിയിട്ടുള്ളതുമായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. അപ്പൊ ആ പുസ്തകം എന്താണ്? വലം കൈയിലുള്ള പുസ്തകത്തിൽ അകത്തും പുറത്തും എഴുതിയിട്ടുണ്ട്. എന്താണ്? 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം. അപ്പൊ 7 മുദ്ര കൊണ്ട് മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ മുദ്രകളിൽ പൊട്ടിക്കുമ്പോൾ എന്താണ്? മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്ന തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുസ്തകത്തിന്റെ ഉള്ളടക്കം അവിടെ കൊടുത്തിരിക്കുന്നു. തുറന്നു കാണുവാൻ യോഹന്നാൻ ആഗ്രഹിച്ചതും സ്വർഗത്തിൽ മഹാസന്തോഷത്തിന് സ്തുതിക്കും കാരണമായി തീർന്നതുമായ ആ പുസ്തകം ഇപ്പോൾ നമുക്ക് മുമ്പിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? തുറക്കപ്പെട്ടിരിക്കുകയാണ്. യഹൂദന്മാരുടെ ഇടയിൽ വസ്തു സംബന്ധമായ ആധികാരിക രേഖ അല്ലെങ്കിൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ്, രേഖ മുദ്ര ചെയ്യപ്പെട്ടവയാണ്. അതായത് ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇരമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇരമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമേയാലിനോട് അനാഥോത്തിലെ നിലം മേടിച്ച് വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ടു. സാക്ഷികളെ കൊണ്ട് ഒപ്പുവെടിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. ഇങ്ങനെ ന്യായവും പതിവും തുറന്നിരിക്കുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. ഇളയപ്പന്റെ മകനായ ഹനമേലും ആധാരത്തിൽ ഒപ്പിട്ടിരിക്കുന്ന സാക്ഷികളും കാവൽപുര മുറ്റത്തിരുന്നിരുന്ന യഹൂദന്മാർക്കൊക്കെയും കാണുക. ആധാരം മഹസ്യാവിന്റെ മകനായ നേറിയാവിന്റെ മകൻ ബാരൂക്കിന്റെ പക്കൽ കൊടുത്തു എന്ന് അവിടെ കാണുന്നു. 13-ാമത്തെ വാക്യത്തിൽ അവർ കേൾക്കെ ഞാൻ ബാരൂക്കിനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറിയ കാലം നിലംപാകത്തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വെക്കുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകത്തിൽ മുദ്ര ചെയ്യപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ ചുരുട് ഭൂമിയിൽ മേലുള്ള കർത്താവിന്റെ അധികാരത്തെയും അത് സ്വന്തമാക്കി അതിനെ ഭരിക്കുവാൻ അവന്റെ അവകാശത്തെയും പ്രതിനാദം ചെയ്യുന്നതാണ് ഈ മുദ്ര എന്ന ഉള്ള കാര്യം വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. നമുക്ക് ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ലേവ്യ പുസ്തകം 25-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 24 മുതൽ 31 വരെ, നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തു നിന്നും വീണ്ടെടുപ്പ് സമ്മതിക്കണം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു, തന്റെ അവകാശത്താൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്തുള്ള ചാർച്ചക്കാർ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടു കൊള്ളണം. എന്നാൽ വീണ്ടു കൊള്ളുന്നവൻ അവന് ആരുമില്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടു കൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവൻ അത് വിറ്റ ശേഷമുള്ള സംവത്സരം കണക്ക് കൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിയിരിക്കുന്ന ആൾക്ക് മടക്കി കൊടുത്ത് തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരണം. എന്നാൽ മടക്കി കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയ യോബേൽ സംവത്സരം വരെ വാങ്ങിയവന്റെ കയ്യിൽ ഇരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കുകയും
അവൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം. ഒരുത്തൻ മതിലിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റാൽ വിറ്റ ശേഷം ഒരു സംവത്സരത്തിനകം അവന് അത് വീണ്ടുകൊള്ളാം. വീണ്ടുകൊള്ളുന്നവന് ഒരു സംവത്സരത്തെ അവധിയുണ്ട്. ഒരു സംവത്സരം മുഴുവനും തികയുവോളം വീണ്ടുകൊള്ളുന്നില്ല എങ്കിൽ മതിലുള്ള പട്ടണത്തിലെ വീട് വാങ്ങിയവന് തലമുറ തലമുറയായി എന്നും സ്ഥിരമായിരിക്കണം. യോബേൽ സംവത്സരത്തിൽ അതൊരു സംവത്സരത്തിൽ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട. മതിലില്ലാത്ത ഗ്രാമങ്ങളിൽ വീടുകളോ ദേശത്തുള്ള നിലത്തിന് സമമായി വിചാരിക്കണം. അവർക്ക് വീണ്ടെടുപ്പുണ്ട്. യോബേൽ സംവത്സരത്തിൽ അവയെ ഒഴിഞ്ഞു കൊടുക്കണം. അപ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യം എന്താണ്? കർത്താവ് യുഗാന്ത്യത്തിൽ തന്റെ അവകാശ സ്വത്ത് ആവശ്യപ്പെട്ട് കൊണ്ട് വരും. മത്തായി 21:38 നമ്മൾ വായിക്കുന്നു. മത്തായി 21:38 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവീൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. എബ്രായർ ലേഖനം 1:2 നമ്മൾ വായിക്കുന്നു. എബ്രായർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു, അവൻ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ച് അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി എന്ന് അവിടെ പറയുന്നു. അപ്പൊ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം എന്ന് പറയുമ്പോൾ ദൈവത്വത്തിലെ വീണ്ടെടുപ്പ് മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തു, അവനെ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു. കാരണം താൻ ആ മനുഷ്യ വെളിപ്പാടിനെ, ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിനെ എന്ത് ചെയ്തു? സകലത്തിനും അവകാശിയാക്കി വെച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ മുഖാന്തരം എന്ത് ചെയ്തു? ലോകത്തെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ മനുഷ്യ വെളിപ്പാട് എന്തിനെ കാണിക്കുന്നു? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. ഇനി നമ്മള് 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വലതു ഭാഗത്തെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ പറയുന്നു, ഇത് രണ്ടാമത്തെ വ്യക്തിയെ കുറിച്ചല്ല, അല്ലെ? ഭുജത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. ദൈവത്തിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അതാണ് ഭുജം എന്ന് പറയുന്നത്, അല്ലെ? ദൈവത്തിന്റെ ഇടത്തെ ഭുജം എന്താണ്? നാശയോഗ്യതയിലേക്ക് പോകുന്ന ആളുകളെ സംഹരിക്കുവാൻ വേണ്ടി ഇടത് ഭാഗം അവൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് വലതു ഭാഗം എന്താണ്? രക്ഷയുടെ കരം. അതാണ് രക്ഷയുടെ കരം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വലതു ഭാഗം എന്ന് പറയുന്ന രക്ഷയുടെ കരമാണ്. അതാണ് മനുഷ്യനായിട്ട് വെളിപ്പെട്ടത്. കാരണം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ദൈവം മനുഷ്യനായി വെളിപ്പെട്ടത് എങ്ങനെയാണ്? തന്റെ വലത് കരം വെളിപ്പെടുത്തി മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അങ്ങനെ വെളിപ്പെടുത്തി എന്നുള്ളതാണ്, അല്ലെ? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു. അതാണ് വലതു ഭാഗത്ത്, ആ മനുഷ്യ വെളിപ്പാടിനെയാണ് വലതു ഭാഗത്ത് കാണിക്കുന്നത്. ഇനി 10:13 നമ്മൾ വായിക്കുന്നു. 10:13 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എബ്രായർ ലേഖനം 10:13, 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആ മനുഷ്യ വെളിപ്പാട് എന്താണ്? വലതുഭാഗത്ത് കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ആ യാഗം കഴിച്ചിട്ട് തന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം
കാത്തിരിക്കുന്നു. അതായത് ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ മനുഷ്യ വെളിപ്പാടിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിൽ അല്ലെങ്കിൽ വെളിപ്പെടലിൽ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്ന എന്താണ്? അതൊരു യാഗമാണ്. അത് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് എന്താണ്? സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതെന്താണ്? അവകാശമായി ക്രിസ്തു തന്റെ ജനവുമായിട്ട് പങ്കിടുന്നു. റോമർക്കെഴുതിയ ലേഖനം 8:17 വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 8:17 നമ്മൾ കാണുന്നു. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം മക്കളെങ്കിലും അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവാസികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്വീകരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അപ്പൊ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം മക്കളെങ്കിലും അവകാശികളാകുന്നു, അല്ലെ? നമ്മൾ കർത്താവ് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആ രക്ഷയിൽ വിശ്വസിച്ച് സ്നാനപ്പെടുന്നവരെന്താണ്? ആബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അവർക്ക് നൽകി എന്നാണ് പറയുന്നത്. അപ്പോഴെന്താണ്? ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിലേക്കുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു വെളിപ്പാടിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ തലത്തിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. മക്കളെന്ന അല്ലെങ്കിൽ അവകാശികളെന്ന ആ മർമ്മത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. അതാണ് ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനമായ കാര്യം. മനുഷ്യ വെളിപ്പാടിൽ വിശ്വസിക്കുമ്പോൾ, ആ രക്ഷയിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ, ആ രക്ഷയെ വീണ്ടെടുപ്പിനായി നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ എന്താണ്? മക്കളാകുന്നു, അവകാശികളാകുന്നു, കൂട്ടവകാശികളാകുന്നു. അവനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? തേജസ്വീകരിക്കപ്പെടുന്നു. ആ ദൈവത്വത്തിലേക്ക് നമ്മൾ എടുക്കപ്പെടുന്നു എന്നുള്ള സത്യം അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ലെ? 19:20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന് പുത്രനില്ല, പുത്രന്മാരാണുള്ളത്. കാരണം പുത്രന്മാരെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് അനേകം പുത്രന്മാരിൽ ഒരാളായി അവൻ ഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന്, അല്ലെ? ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സൃഷ്ടി എന്താണ്? ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. അപ്പൊ ദൈവത്തിന്റെ പുത്രത്വത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്താണ്? ആ പുത്രൻ എന്ന പദവിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക്, അതായത് പിതാവിന്റെ അടുക്കലേക്ക് മക്കൾ എത്തിച്ചേരുന്നു എന്ന അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ ഇതെന്താണ് നമ്മളെ കാണിക്കുന്നത്? ആ മുദ്ര അല്ലെങ്കിൽ നമ്മളെ പുത്രത്വത്തിലേക്ക് വിളിച്ചിരിക്കുന്നു, അല്ലെ? ദൈവം പുത്രനായി വന്ന് നമ്മളെ വീണ്ടെടുത്തപ്പോൾ നമ്മളെ ആ പുത്രത്വത്തിലേക്ക് ഏറ്റുവാങ്ങി അല്ലെങ്കിൽ നമ്മളെ ഏറ്റെടുത്തു എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ്, അല്ലെ? ഇനി പറയാണ്, നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. നീ വരിക. എന്താണ് നീ വരിക? 3-ഉം 5-ലും 7-ലും നമ്മൾ വായിക്കുമ്പോ, അവൻ 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കോണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വാളും അവന് കിട്ടി. അപ്പൊ അവിടെ എഴുതിയിരിക്കുകയാണ് വരിക.
അപ്പൊ വരിക. അപ്പൊ ആദ്യത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഒരു പുത്രത്വത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമ്മളെ വീണ്ടെടുത്തതിനെയാണ് ആദ്യ മുദ്ര പൊട്ടിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 4 ജീവികളിലും നെടിമുഴക്കം പോലെ കണ്ടു. രണ്ടാമത്തെ പറയുകയാണ്, അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അതിലിരിക്കുന്നവന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു വില്ലുണ്ട്. മറ്റു കുതിരകളും തന്റെ സവാരിക്കാരും മറ്റു മുദ്രകളും കാഹളങ്ങളും കലശങ്ങളും വരുവാനുള്ള കഷ്ടതകളെയും നാശങ്ങളെയും പ്രതിനിധീകരിക്കുന്നുണ്ടും. ഇതങ്ങനെയാവാനാണ് നമുക്ക് സാധ്യത കാണുന്നത്. പക്ഷെ എന്താണ്? ഇവിടെ വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവന് ഒരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, അത് സമാധാനത്തിന്റെ വെള്ളക്കുതിരയാണ്. വെള്ളക്കുതിര എന്താണ്? സമാധാനത്തെ കാണിക്കുന്നു എന്നുള്ളതാണ്. അതെന്താണ്? ഒരു വെള്ളക്കുതിരയിൽ കർത്താവ് വരുന്നു. 19:11 നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19:11 നമ്മൾ വായിക്കുന്നത് കാണാം. 19:11 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നു ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്ന വിശ്വസ്തനും സത്യവാനും എന്ന പേർ, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി നമ്മുടെ ദൈവമായ കർത്താവ് മനുഷ്യനായി വെളിപ്പെട്ട് കുതിരമേൽ പ്രത്യക്ഷനായി. കണ്ടോ? പ്രത്യക്ഷമായി നമ്മുടെ വളരെ വ്യക്തമായിട്ട്, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, വെള്ളക്കുതിര പ്രത്യക്ഷനായി, അതിന്മേലിരിക്കുന്നതിന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അപ്പം വീരനായ, പഴയ നിയമത്തിൽ പറയുന്ന വീരനായ യഹോവ, അതേ വീരനായ കർത്താവ്, അതേ ഒരാൾ തന്നെ വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത വാക്യത്തിൽ വായിക്കണം, അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോ 2 അഗ്നിജ്വാല കണ്ണുള്ള ദൈവം നമുക്കില്ല, തലയിൽ അനേകം രാജമുടികളുള്ള 2ഉം 3ഉം ദൈവങ്ങൾ നമുക്കില്ല. അപ്പൊ തൃത്വക്കാര് പറയുന്നത് എന്താണ്? ഈ പറയുന്നവർക്ക് 3 പേർക്കും അഗ്നിജ്വാലയുള്ള കണ്ണ് വേണം, തലയിൽ അനേക രാജമുടികൾ വേണം. അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് ദൈവവചനം പറയുന്നില്ല. അപ്പൊ എന്താണ് നമ്മുടെ സബ്ജക്ട്? എവിടെയാണ്? വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവന്റെ കയ്യിലൊരു വില്ലുണ്ട്, അവനൊരു കിരീടം ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. കാരണം അവനാണ് അന്തിമ വിജയം. വേറെ ആർക്കും ഇനി ജയമില്ല. ജയം എന്ന് പറയുന്ന സംഭവം ആർക്കേ ഉള്ളൂ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനേ ഉള്ളൂ. കാരണം മനുഷ്യനെ കൊണ്ടൊന്നും നടക്കുകയില്ല. കാരണം നടക്കാത്ത സ്ഥാനത്താണല്ലോ അവൻ വന്ന് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. കാരണം സകലരുടെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അവൻ ക്രൂശിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് എന്തിനു വേണ്ടിയാണ്? ജയിക്കുവാൻ വേണ്ടിയാണ്. അവൻ ജയിച്ചു, ജയിപ്പാനായും പുറപ്പെട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വില്ലുണ്ട്, ജയിപ്പാൻ പുറപ്പെട്ടു. ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ ഈ ലോകത്തെ കീഴടക്കുവാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുമെന്ന് ഇതിൽ നിന്ന് വെളിവാകുന്നു. അവൻ അതിൽ വിജയിക്കുമെന്നാണ് കിരീടം സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം കിരീടം എന്തിനെ സൂചിപ്പിക്കുന്നു? വിജയത്തെ കാണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിജയത്തെ കാണിക്കുന്നു. ഇനി നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, അല്ലേ, അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അവിടെ പറയുന്നുണ്ടോ? വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഈ യുഗത്തിന്റെ അന്ത്യത്തെങ്കിൽ വളരെ യുദ്ധങ്ങൾ ഉണ്ടാകാമെന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യുദ്ധത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6 മുതൽ 8 വരെ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. 7-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അത് അവസാനമല്ല, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമം ഭൂകമ്പം അവിടെ ഇവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം.
അപ്പൊ രണ്ടാം മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈറ്റുനോവിന്റെ ആരംഭം അവിടെ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു, അല്ലേ? അപ്പം രണ്ടാം ജീവി പറഞ്ഞു, അപ്പോൾ ചുവന്നതായി മറ്റൊരു കുതിര പുറപ്പെട്ടു, അതിന്റെ പുറത്തിരിക്കുന്നവരും മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു, ഒരു വലിയ വാളും അവന് കിട്ടി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ചുവന്നത് എന്ന് പറയുമ്പോൾ രക്തചുവപ്പായിരിക്കും ഇവിടെ കാണിക്കുന്നത്. കാരണം എന്താണ്? കൊല്ലുവാൻ, അല്ലേ? കൊല്ലുമ്പോൾ രക്തം വരും, ഒക്കെ വരും, എല്ലാം വരും, ബ്ലഡും വരും, എല്ലാം വരും. കൊല്ലുവാനായിട്ട് വരുമ്പോൾ എന്താണ്? കയ്യിൽ മുഴുവൻ ചോരയും കൊണ്ടായിരിക്കുമല്ലോ. കൊല്ലാൻ വരുന്നവന്റെ കയ്യിൽ ചോര കാണത്തില്ലേ? കൊന്നു കഴിയുമ്പോഴത്തേക്കും ചോര കാണും, അവന്റെ വാളിലും പിച്ചാത്തിയിലും ഒക്കെ ചോര കാണും. അതായിരിക്കും ചുവന്ന കുതിര പുറപ്പെട്ടു, അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യരെ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. കൊല്ലുവാൻ തുടങ്ങി കഴിയുമ്പോൾ എന്നാ? കൊലയും യുദ്ധമൊക്കെ വരുമ്പോൾ എന്താണ്? നമ്മുടെ സമാധാനം നഷ്ടപ്പെടുമെന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനു വേണ്ടി ഒരു ദൂതനെ, അല്ലേ? അതിനു വേണ്ടി ഒരു ദൂതനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? കണ്ടോ? ഒരു പുറത്തിരിക്കുന്നവന് സമാധാനം നശിപ്പിക്കുവാനായിട്ട് ആദ്യം പറഞ്ഞു യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് സമാധാനം കളയുവാനുള്ള പരിപാടികൾ നോക്കുന്ന ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് ഇരിക്കുന്നതായിട്ട് പറയുന്നു. ഇനി മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ കാണുന്നത് എന്താണ്? വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവന് തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ കറുത്ത കുതിരയെ കണ്ടു, അതിലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസുണ്ട്, അല്ലെ? തുലാസൊക്കെ നമ്മൾ സാധാരണ നീതി ന്യായം എന്നുള്ള അർത്ഥത്തിൽ ഈ കോടതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? തുലാസ് നീതി ന്യായവും എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഇതായിട്ട് നമ്മൾ പലയിടത്തും ഒരു സിഗ്നലായിട്ട്, പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ ത്രാസ് കാണാറുണ്ട്, അല്ലെ? ആ ത്രാസ് പോലെ ഒരു തുലാസാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ആറാമത്തെ വാക്യത്തിൽ ഒരു പണത്തിന് ഒരു ഇടങ്ങഴി. ഒരു പണത്തിന്, അതായത് ഒരു പണം എന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ നമ്മൾ ദിനാറസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ വേലയ്ക്കുള്ള കൂലി. അതായത് മത്തായിയുടെ സുവിശേഷം 20:2 നമ്മൾ വായിക്കുന്നു, അവിടെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. അപ്പോൾ എന്താണ്? സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്ഷാമ അവസ്ഥയെ ഇത് സൂചിപ്പിക്കുന്നു, അല്ലെ? നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോ സാധനങ്ങൾക്കൊക്കെ ഭയങ്കരമായ വിലയാണ്, അല്ലെ? അത് എന്തിനെയാണ് കാണിക്കുന്നത്? ഒരു തുലാസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ? സാധാരണക്കാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് വളരെ വേദനയിലൂടെ കടന്നു പോകുന്നു, അല്ലെ? ചിലർ പറയുന്നു ഭരണം മാറാത്തത് കൊണ്ടാണ് എന്നൊക്കെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. നല്ല ഭരണം വരികയാണെങ്കിൽ ഇതൊക്കെ ശരിയാകും, മാറും എന്നൊക്കെ പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ വിശ്വാസം നടക്കട്ടെ. പക്ഷെ ഇവിടെ പറയുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ക്ഷാമ അവസ്ഥ അവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 24:7 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 7-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അത് അവസാനമല്ല, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അവസാനമാണ്. പല ആളുകൾ ഇപ്പൊ പ്രവചനം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ കാണുമ്പോഴത്തെ ആളുകൾ പെട്ടെന്ന് പ്രവചനം തുടങ്ങി, കർത്താവ് നാളെ വരും, അല്ലെ? കർത്താവ് നാളെ വരുമെന്ന് പറഞ്ഞ് ഒരു സഭയെ വരെ പറ്റിച്ച ആൾക്കാരുണ്ട്. പാസ്റ്റർമാരെന്ന് പറയുന്ന പല ആൾക്കാരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ പ്രസംഗമൊക്കെ പറഞ്ഞ് ആളുകൾ, അയ്യോ കർത്താവ് നാളെ വരും, ഇവർക്ക് യാതൊരുവിധ വെളിപ്പാടുകളും ഇല്ല, ചുമ്മാ ഓരോ വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരിടങ്ങഴി ഗോതമ്പിന് ഒരു ദിവസത്തെ കൂലി കൊടുക്കേണ്ടി വന്നാൽ തന്റെ മറ്റു ചിലവുകൾ താൻ എങ്ങനെ വഹിക്കും? അടിസ്ഥാനപരമായ ആവശ്യങ്ങളില്ലാത്ത കാര്യങ്ങളെയാണ് എണ്ണയും വീഞ്ഞും ഇവിടെ സൂചിപ്പിക്കുന്നത്. ധനവാന് സാധാരണ പോലെ തന്നെ എന്താണ്? എല്ലാം ധാരാളമുണ്ട്,
അല്ലെ? ധനവാൻ ഇവിടെ എല്ലാം ഉണ്ട്, അല്ലെ? ധനവാൻ ഇവിടെ ഉണ്ട്. സാധാരണക്കാരാണ് പെട്ടുപോകുന്നത്. കാരണം GST അങ്ങനെ പല കാര്യങ്ങളൊക്കെ വന്നത് കാരണം സാധനങ്ങളുടെ വില കൂടി, പഴയ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല, കൃഷിയൊന്നും വിജയിക്കുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും, അല്ലെ? പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയായിരുന്നെങ്കിൽ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു, റബ്ബറൊക്കെ ഉള്ള ഒത്തിരി മുതലാളിമാരുണ്ടായിരുന്നു. ഇപ്പൊ ആ മുതലാളിമാരുടെ ഒക്കെ റബ്ബറൊക്കെ ഇപ്പൊ കാണാൻ പോലുമില്ല. റബ്ബറൊക്കെ അവരെല്ലാം വെട്ടിവിറ്റു, കാരണം വിലയില്ല. പഴയ പോലെ റബ്ബറൊന്നും ആരും ഇപ്പം വെട്ടാനൊന്നും തുനിയുന്നില്ല. കാരണം ഇതേ അവസ്ഥ തന്നെയാണ്. കാരണം കഷ്ടങ്ങൾ അവരെ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഒരു ഇടങ്ങഴി എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലിറ്ററിന് സമാനമായ ഒരു അളവിനെ ഇത് ഗ്രീക്ക് പദത്തിൽ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. കോതമ്പ് ഒരു പണത്തിന്റെ 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത മുദ്ര പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പൊ ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ കർത്താവിന്റെ വിജയത്തെ കാണിച്ച ശേഷം പിന്നീട് എന്താണ് നമ്മൾ കണ്ടത്? രണ്ടാമത്തെ അന്യോന്യം കൊല്ലുവാനുള്ള അധികാരം കൊടുത്തു. അത് കഴിഞ്ഞപ്പോ മൂന്നാമത്തെ മുദ്രയിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? തുലാസ് സാധനങ്ങളുടെ വിലയെയും കാര്യങ്ങളെയും ഒക്കെ പിടിക്കാൻ തുടങ്ങി. ഇനി നാലാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞു നിറഞ്ഞ ഒരു കുതിരയെ കണ്ടു, അതിന്മേലിരിക്കുന്നവന് മരണമെന്ന പേർ. ഈ നാലാമത്തെ മുദ്ര ഇനി പൊട്ടിക്കാൻ പോവാണ്. നാലാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് എന്താണ്? മരണം. അതിന്മേൽ ഇരിക്കുന്നവന് മഞ്ഞ നിറമുള്ള കുതിരയാണ്. അപ്പൊ മഞ്ഞ നിറമുള്ള കുതിര എന്തിനെയാണ്? മരണം കൊണ്ടുവരുന്ന ദൂതനെയാണ് അത് കാണിക്കുന്നത്, അല്ലേ? അതിന്മേലിരിക്കുന്നവനും മരണം എന്ന പേർ. പാതാളം അവനെ പിന്തുടരുന്നു. അവനെ വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധികൾ കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെയൊക്കെ കൊന്നുകളയുവാൻ ഭൂമിയുടെ കലശത്തിന്മേൽ അധികാരം ലഭിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? അവിടെ പാതാളം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16-ന്റെ 23-ൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 23-ാമത്തെ വാക്യത്തിൽ കാണുന്നു: ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രാഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അപ്പൊ അവിടെ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. ധനവാൻ വളരെ സന്തോഷത്തോടെ ഭൂമിയിൽ ജീവിച്ചു, അല്ലെ? സന്തോഷത്തോടെ ജീവിച്ച ധനവാന് കഷ്ടവും പ്രയാസവും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലാസറിനായിരുന്നു വ്രണമൊക്കെ ബാധിച്ച് അവന്റെ വീടിന്റെ പോലെ വാതിൽക്കൽ കിടക്കുന്ന അവന് ഫുഡ് പോലും കൊടുക്കുവാൻ ധനവാൻ തയ്യാറായില്ല. പക്ഷെ ധനവാൻ നരകത്തിൽ ചെന്നപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. ധനവാന്റെ അവസ്ഥയെ കുറിച്ചാണ്. യാതന അനുഭവിക്കുന്നു. അപ്പൊ പാതാളം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ അവിടെ കാണുന്നു. അവന് പിന്തുടരുന്നു. അവനൊക്കെ വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കലശത്തിന്മേൽ അധികാരം ലഭിച്ചു എന്നാണ് പറയുന്നത്. കലശത്തിന്മേൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 1/4 ഭാഗം ഒന്നുകിൽ ഭൂമിശാസ്ത്രപരമായി ഭൂമിയിൽ 1/4 ഭാഗത്തെ ഇത് എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ജനങ്ങളുടെ എണ്ണമാകാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 8-ന്റെ 7-ൽ നമ്മൾ വായിക്കുന്നത്, 8-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിന്മേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി എന്ന് പറയുന്നു. 9:18-ൽ നമ്മൾ വായിക്കുന്നു: വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി.
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ എന്താണ്, യുഗാന്ത്യത്തിൽ എന്താണ്, അന്ധകാര ശക്തികൾ എന്ത് ചെയ്യുന്നു, മുമ്പൊരിക്കൽ സംഭവിക്കാത്ത വിധം ഭൂമിയിൽ അഴിച്ചു വിടുമെന്നുള്ള കാര്യമാണ്. എന്തിനു വേണ്ടിയാ? ദൈവത്തെ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ, അല്ലെ? നമ്മൾ പ്രശ്നം വരുമ്പോഴേ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യത്തുള്ളൂ? ദൈവത്തിന്റെ അടുക്കൽ ചെല്ലത്തുള്ളൂ. അല്ലാത്തപ്പോ സന്തോഷിച്ച് സുഖിച്ച് കളിച്ച് നമ്മളിങ്ങനെ ജീവിക്കും. പക്ഷേ പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തെ എപ്പോഴാണ് ഓർക്കുന്നത്? ഒരു കഷ്ടം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ. അപ്പൊ ഈ കഷ്ടങ്ങളൊക്കെ വരുന്നതിന്റെ കാര്യം ഓർപ്പിച്ചു കൊള്ളണം. കർത്താവിന്റെ വരവുമായി നിങ്ങൾ കർത്താവിലേക്ക് തിരിയേണ്ട സമയവുമായി എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത മുദ്രയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 9ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, 5ാം മുദ്ര പൊട്ടിച്ചു. അപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യഹേതുമായി ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? അവൻ 5ാം മുദ്ര പൊട്ടിച്ചു. ക്രിസ്തുവിന്റെ വേലക്കാർക്കുള്ള ഉപദ്രവത്തെയും രക്തസാക്ഷിത്വത്തെയും ഈ ദൃശ്യം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ എന്താണ്? ഒരുപക്ഷെ യുഗാന്ത്യത്തെങ്കിൽ മഹാ ഉപദ്രവത്തിന്റെയോ വലിയ നാശത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നുള്ള കാര്യമാണ് വെളിപ്പാട് പുസ്തകം 7:17 നമ്മൾ വായിക്കുന്നു. 7:17 സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി മത്തായിയുടെ സുവിശേഷം 24:21 നമ്മൾ വായിക്കുന്നു. 21 കാണുന്നത് ഇങ്ങനെ, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകുമെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഓരോ മുദ്രയും ഓരോ വാണിങ്ങുകൾ നമ്മുടെ മേൽ പുറപ്പെടുവിക്കുകയാണ്. നമ്മുടെ ഓരോ മുദ്രകളും ഓരോന്നോർപ്പിക്കുകയാണ്. കർത്താവിലേക്ക് ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? കർത്താവിന്റെ നാമത്തിൽ സ്നാനമേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമ്മളോട് ചോദിക്കുകയാണ്. ഓരോ മുദ്രയ്ക്കും എന്താണ്? ഓരോരോ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. അത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം, അല്ലെ? ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. കാരണം ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കുമുള്ള വാണിംഗ് ആണ് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.